ഹലോ ഗെയ്സ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്നെന്താ വീഡിയോ എന്ന് വെച്ചാൽ, ഇന്ന് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാട്ടോ മുനീബിന് വർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് മുനീബ് ചോദിച്ചു, നീ ഉണ്ടോ? എന്തോ മരത്തിൻ്റെ വേസ്റ്റ് തട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്ത് തന്നെയാണ്, കാട്ടുങ്ങ തന്നെയാണ്, നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് പോയാൽ മതി വേസ്റ്റ് തട്ടാൻ സൈറ്റിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വരാം. അങ്ങനെ ഞാൻ ലോറി കയറിയിട്ടോ. അപ്പോൾ മുനീബിന് കുറച്ച് പണ്ടത്തെ 2011 ആ മോഡൽ എന്താ ലോറിയാണ്. അതുകൊണ്ട് അതിൻ്റേതായ പയക്കങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ സ്റ്റാറിങ് ഒക്കെ തിരിക്കുമ്പോൾ നന്നായിട്ട് തിരിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കട്ടോ, എന്ത് ബുദ്ധിമുട്ടാണല്ലേ. കാരണം എനിക്ക് എന്തെങ്കിലും ദേഷ്യം വരിക എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ അപ്പം മുനീബിനെ വിളിക്കും. അങ്ങനെ പിന്നെ കുറേ വിളിക്കും. ചില ടൈം അവൻ കോളേ എടുക്കൂല ഇങ്ങനെ ട്രിപ്പിന് പോകുമ്പോൾ. അപ്പോൾ എനിക്ക് മനസ്സിലാവുണ്ടാവും, പറയും ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്. സ്റ്റാറിങ് തിരിക്കണം, ഗിയർ മാറ്റണം, ഇതൊക്കെ ആകുമ്പോൾ ഫോൺ എടുക്കാന്നാൽ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ എടുക്കാനേ പാടില്ല. ഒന്ന് കണ്ണ് തെറ്റിയാൽ എന്തൊക്കെയാണ് ഉണ്ടാവാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടോ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ വർക്ക് ചെയ്യണത്. എല്ലാ ജോബിനും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ. ഞാൻ ഇന്നേ വരെ ലോറിയിലും കയറിയിട്ടുണ്ട്. മുനീബിന് കല്യാണം കഴിച്ച ശേഷം ഞാൻ പല ലോറിയിലും കയറിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ട്രിപ്പ് എന്ന രീതിയിൽ ഞാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ പോയപ്പോൾ എനിക്ക് സത്യമാണ് ഷോക്ക്. പിന്നെ ഞാൻ കയറിയോണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് പലരും അന്തം വിട്ട് നോക്കുന്നുണ്ട്, ഇവിടെ എങ്ങോട്ടാണ് അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുന്നുണ്ട്. പൊതുവെ ഞങ്ങളിവിടെ ഒന്നും ഗേൾസ് ലോറിയിലൊന്നും കയറി പോകുന്നുണ്ട് ഞങ്ങളും കണ്ടിട്ടില്ല. എനിക്കറിയില്ല കയറി പോകാറുണ്ടോയെന്നൊന്നും. അപ്പോൾ എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ്, അതുപോലെ കുറേ കാര്യങ്ങൾ പഠിക്കാനും ആയിട്ടതുകൊണ്ട്. കാരണം പല രീതിയിലുള്ള കഷ്ടപ്പാടുകൾ ഈ ഡ്രൈവർമാരൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഈ ചൂട് ഈ ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാടോ. പിന്നെ ഇത് ഞങ്ങളൊരു ഈവനിങ് ടൈമാണ്, ഒരു 4:30 ആ ഒരു ടൈമാണ് തോന്നുന്നുണ്ട്. പിന്നെ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ റഷൊക്കെ റോഡിൽ കുറവാണ്. എന്നാൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാല്ലേ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക എങ്ങനെ കഴിയുന്നു. ഇൻഷാ അല്ലാ എനിക്കും പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ലോറിയൊക്കെ. ഇനി ഇൻഷാ അല്ലാ പഠിക്കണം. പക്ഷെ മുനീബ് ഇനി ഒരു 1 വീക്കും കൂടി ഇവിടെ നാട്ടിലുണ്ടാവുള്ളൂ. അവന് റിയാദ് പോവാണ്. അപ്പോൾ പിന്നെ എനിക്കറിയില്ല എന്താണെങ്കിലും ലോറി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടും. ഇൻഷാ അല്ലാ വേറെ ഡ്രൈവറെ വെക്കണമൊക്കെ പറഞ്ഞു. ഈ റോഡൊക്കെ പോക്കറ്റ് റോഡൊക്കെ ഞങ്ങൾ നാട്ടിലോട്ടുള്ള വഴിയാട്ടോ. ഇതാണ് സൈറ്റ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ വേസ്റ്റ് കൊണ്ടുപോയി. പിന്നെ ഈ സ്ഥലം വന്നാൽ ഇത് ഞങ്ങൾ വീട്ടിലോട്ട് അവൻ ലോറി ഇറക്കാണ്. കാരണം ഇനിയിപ്പോൾ ട്രിപ്പിൽ പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്റ്റാണ് ലോറി ഇറക്കി വരികയാണ്. എനിക്ക് എന്താ പറയേണ്ടി അറിയുന്നില്ല. അത്രയും നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പലരും കഷ്ടപ്പാടുകളെല്ലാം മനസ്സിലാക്കാൻ പറ്റിയൊരു അനുഭവം തന്നെയല്ലേ. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകണം. ഇതാട്ടോ സൈറ്റ്. പിന്നെ ഈ സൈറ്റിലോട്ട് JCB ഉണ്ട്, മുനീബിൻ്റെ JCB തന്നെയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അവിടെ കൊക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വെള്ളമൊക്കെ കൊണ്ടുകൊടുത്തിരുന്നു. ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങ വെള്ളമൊക്കെ കലക്കിയിട്ടൊക്കെ കൊണ്ടുകൊടുക്കും. അതുപോലെ ഞാൻ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട്, ചൂടല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് തണുത്ത വെള്ളമൊക്കെ കൊടുത്താൽ അത്രയും ബെറ്റർ. ഭയങ്കര വെയിലുമാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ മുനീബിന് കൊണ്ടുകൊടുക്കുമ്പോൾ അവന് വീഡിയോസിലൊന്നും വരാൻ ഇഷ്ടമില്ല എന്നല്ല, വലിയ ഫോട്ടോസ് ഇതൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.